മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന ആരോപണത്തിന് പിന്നാലെ വയോധികന്റെ കല്ലറ തുറന്ന് മൃതദേഹം വീണ്ടും പരിശോധിക്കുകയാണ്. പുലിയൂർ സ്വദേശി യേശുദാസിന്റെ മരണത്തിൽ മരുമകൾ ലീന ആണ് ദുരൂഹത ആരോപിച്ചത്. യേശുദാസിന്റെ സഹോദരൻ ഗബ്രിയേലിനെതിരെയാണ് ലീനയുടെ പരാതി. ഗബ്രിയേൽ സ്വത്തെല്ലാം കൈക്കലാക്കി എന്ന് ലീന ആരോപിക്കുന്നു. മരണത്തിലുള്ള സംശയമാണ്. മരിച്ചത് എപ്പോഴാണ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് തെളിവായിട്ടില്ല. മരിച്ചു കിടക്കുകയായിരുന്നാണെന്ന് അയൽവാസിയിൽ നിന്ന് ഞാൻ അറിഞ്ഞത്. ഛർദ്ദിച്ച അവസ്ഥയിലായിരുന്നു. കൈകളൊക്കെ കരിനീൽപ്പുണ്ടായിരുന്നു. ഞങ്ങളെ അറിയിക്കുന്നതിന് മുമ്പ് തന്നെ മകളുടെ വീട്ടുകാരെയോ എൻ്റെ ഫാമിലിയോ ബാക്കിയുള്ളവരെ അറിയിക്കുന്നതിന് മുമ്പ് തന്നെ പുള്ളി മൃതദേഹം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നിന്ന് മോർച്ചറിയിലാക്കി. അവിടെ പോസ്റ്റ്മോർട്ടത്തിനുള്ള കാര്യങ്ങളൊന്നും ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്തിട്ടില്ല. അതേ തുടർന്ന് പിറ്റേ ദിവസം ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും വീടും വസ്തുവും പുള്ളിയുടെ പേരിലേക്കുള്ള ആധാരം ഞങ്ങളെ കാണിക്കുകയും ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ശ്രീരാജ് അവിടെ നിന്ന് ചേരുന്നുണ്ട്. ശ്രീരാജ്, ഇതിപ്പോൾ സ്വത്തെല്ലാം മറ്റുള്ളവർ കൈക്കലാക്കി എന്ന ആരോപണം മാത്രമായിരിക്കില്ലല്ലോ. സ്വാഭാവികമായിട്ടും ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നത് ഏതെങ്കിലും തരത്തിൽ ഗൗരവതരമായുള്ളൊരു പരാതിയാണ് എന്ന് പോലീസിനും സംവിധാനങ്ങൾക്കും ബോധ്യപ്പെട്ടാലാണല്ലോ ഈ കല്ലറയെല്ലാം പൊളിക്കുകയിലേക്ക് കാര്യങ്ങൾ കടക്കുക. അപ്പോൾ അതിനകത്തൊരു ഗൗരവതരമായുള്ള പരാതിയാണ്, ചില കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന് പൂർണ്ണമായിട്ട് ബോധ്യമാകുമ്പോഴാണല്ലോ പോലീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവുക. എന്താണ് ആ ഗൗരവതരമായ സാഹചര്യം? ഈ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ഇയാളെ ഈ ബന്ധു ഗബ്രിയേൽ കൊന്നുകളഞ്ഞോ എന്നാണോ ലീന എന്ന് പറയുന്ന ഇവർ പരാതി കൊടുത്തിരിക്കുന്നത്? അങ്ങനെ ആ പരാതിയെ ഗൗരവത്തിലെടുക്കാൻ ആധാരമായിട്ട് പോലീസിന് മുന്നിലുണ്ടായിരുന്ന സാഹചര്യം എന്താണ്? ഇപ്പോൾ എന്താ അവിടെ നടക്കുന്നത്? സനീഷ്, അങ്ങനെ തന്നെയാണ്. അല്പസമയം മുൻപ് ഈ കുടുംബക്കല്ലറ തുറന്ന് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം തന്നെ ആരംഭിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ, വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. തഹസിൽദാരടക്കം ഇവിടെ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനുള്ളിൽ തന്നെ തുടങ്ങുകയും ചെയ്യും. കഴിഞ്ഞ മാർച്ച് 20-നായിരുന്നു ചെങ്ങന്നൂർ പുലിയൂർ സ്വദേശിയായ യേശുദാസ് മരണപ്പെടുന്നത്. രാവിലെ ഹോം നേഴ്സ് നൽകിയ ഒരു കേക്ക് കഴിച്ചതിനെ തുടർന്ന് ഇത്തരത്തിൽ അവശതയിലെത്തുകയും രക്തം ഛർദ്ദിച്ച നിലയിൽ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു എന്നാണ്. അങ്ങനെയാണ് അവിടെ എത്തിക്കുകയായിരുന്നു. പക്ഷേ മരണം സംഭവിച്ചു. ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ മരണം സംഭവിച്ചു എന്നാണ് പറയുന്നത്. നിലവിൽ ഈ വീട്ടിലുണ്ടായിരുന്നത് യേശുദാസ് മാത്രമായിരുന്നു. ഒരു ഹോം നേഴ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തെ നോക്കാനുണ്ടായിരുന്നത്. 2 മക്കളുണ്ട്. മകനായ ബിൻസ് 2017 മരണപ്പെട്ടിരുന്നു. മകൾ വിദേശത്താണ്. അങ്ങനെയാണ് ഈ ഹോം നേഴ്സിനെ നിർത്തി ഹോം നേഴ്സ് ഈ യേശുദാസിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു നിലയിലേക്ക് എത്തിയത്. പക്ഷേ മറ്റുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് യേശുദാസിന്റെ സഹോദരനായ ഗബ്രിയേൽ മാമൻ എന്ന വ്യക്തിയാണ്. ഈ ഗബ്രിയേൽ മാമനും ഹോം നേഴ്സും ചേർന്ന് ഈ യേശുദാസിനെ കൊലപ്പെടുത്തി എന്ന തരത്തിലുള്ളൊരു ആരോപണമാണ് നിലവിൽ മരുമകളായ ലീന ഉന്നയിക്കുന്നത്. ഈ 2026 മാർച്ച് 20-ാം തീയതി രാവിലെ കേക്ക് കഴിച്ച ശേഷമായിരുന്നു ഇത്തരത്തിൽ അവശ നിലയിലെത്തിയത്. ഈ കേക്ക് നൽകിയത് ഹോം നേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗബ്രിയേൽ മാമനും ഹോം നേഴ്സും ചേർന്ന് കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ഇത്തരത്തിൽ കേക്ക് നൽകുകയായിരുന്നു എന്നാണ് ഈ ലീനയുടെ ആരോപണം. മാത്രമല്ല വിരലുകളിൽ കടുത്ത നീല നിറത്തിലുള്ള ആയിരുന്നു വിരലുകൾ കാണപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ഈ മരണം സംഭവിക്കുന്നതിന് 3 മാസങ്ങൾക്ക് മുൻപ് നിയമപരമായി ഈ യേശുദാസിന്റെ മകൾ, വിദേശത്തുള്ള മകളും അതുപോലെ തന്നെ മരണപ്പെട്ട മകന്റെ കുട്ടികൾക്കും മരുമകൾക്കുമാണ് ഈ സ്വത്തുവകകൾ ഉണ്ടായിരുന്നത്. പക്ഷേ 3 മാസത്തിന് മുൻപ് ഇത് ഈ ഗബ്രിയേൽ മാമൻ്റെ പേരിലേക്ക് എഴുതിയെടുത്തെന്നും മറ്റ് രേഖകൾ, ATM കാർഡ്, മൊബൈൽ ഫോണും അടക്കമുള്ള കാര്യങ്ങൾ ഈ ഗബ്രിയേൽ മാമൻ കൈക്കലാക്കുകയും ഒരുപാട് തിരിമറികൾ അക്കാര്യത്തിൽ നടത്തുകയും ചെയ്തു എന്നാണ് നിലവിൽ ഈ പരാതിക്കാരുടെ ആരോപണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കണം, അല്ലെങ്കിൽ കല്ലറ തുറന്ന് പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന ആവശ്യം കുടുംബം ഉന്നയിച്ചത്. ഇതിൽ പോസ്റ്റ്മോർട്ടം ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നില്ല. സ്വകാര്യ ആശുപത്രിയിൽ മരണം സംഭവിച്ച ആശുപത്രിയിൽ എത്തിയെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രായം കൂടി കണക്കിലെടുത്ത് 74 വയസ്സായിരുന്നു മരിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. പ്രായം കണക്കിലെടുത്ത് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കൊന്നും കടന്നിരുന്നില്ല. എന്നാൽ കുടുംബത്തിൻ്റെ ഈ ആരോപണത്തിൽ അതിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു കല്ലറ തുറന്ന് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് രാവിലെ അല്പസമയം മുൻപ് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ തഹസിൽദാർ ഉൾപ്പെടെ ഇവിടെ എത്തുകയും വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള സർജന്മാർ ഉൾപ്പെടെ ഇവിടെ എത്തുകയും അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തത്. അതിൻ്റെ അവയവങ്ങളുടെ സാമ്പിൾ അടക്കം ശേഖരിച്ചുകൊണ്ട് വിശദമായ പരിശോധനയ്ക്ക് തന്നെയാണ് നിലവിൽ അന്വേഷണ സംഘത്തിൻ്റെയും അതുപോലെ തന്നെ ഡോക്ടർമാരുടെയും തീരുമാനം. എന്തായാലും ആ നടപടിക്രമങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. സനീഷ്.